ഹലോ. ഹലോ രാധികേ, ഞാൻ സൗമ്യയാണ്. ആ. എന്തൊക്കെയുണ്ടെടി വിശേഷം? എടീ, നിന്റെ അച്ഛൻ ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ വന്നു. കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് രജിസ്റ്റർ പോവാൻ ചെയ്ത്. അവര് നിന്റെ വീട്ടിലെ സുമിത്ര ആറ്റിയാ. ഏ, നീ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? അതേടി, ഞാൻ പറയുന്ന സത്യമാ. എന്നാൽ നീ ഒന്ന് ഉറപ്പ് വരുത്ത്. ശരി, വെക്കട്ടെ. അച്ഛനൊരു കൊച്ചുമോളുണ്ടെന്ന കാര്യം അറിയത്തില്ലേ? അച്ഛൻ എത്ര വയസ്സായച്ചാ? അമ്മ ചത്തു കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു അച്ഛൻ. അച്ഛനൊരു തഹസീൽദാരായിരുന്നില്ലേ? അമ്മ വനം വകുപ്പിന്റെ സൂപ്രണ്ടും. ഓഫീസിലെ ആളുകളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഞാനും മനുവേട്ടനും എവിടെയെങ്കിലും ട്രാൻസ്ഫർ വാങ്ങി പോവാൻ നോക്കുവോ? അത്രയ്ക്ക് നാണക്കേടായ അച്ഛാ. അമ്മ ചത്തു കാത്തിരിക്കുവായിരുന്നു അച്ഛൻ. അമ്മ ചത്തു കാത്തിരിക്കുവായിരുന്നു അച്ഛൻ. അമ്മ ചത്തു കാത്തിരിക്കുവായിരുന്നു അച്ഛൻ. എല്ലാം സ്വന്തമായി തീരുമാനിക്കുന്നത് എൻ്റെ ശീലമായിപ്പോയി. ഭാര്യ ശാരദയുള്ളപ്പോഴും ഇങ്ങനെയാണ്. ഇവിടെ ആർക്കും മറിച്ചൊരഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷേ മകൾ ഒന്നും അറിയാതെ ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചത്. അച്ഛാ, ഞാൻ രാജീവാണ്. രാധിക വിവരങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. അച്ഛൻ അതൊന്നും കാര്യമാക്കണ്ട. അച്ഛൻ്റെ തീരുമാനം എങ്ങനെയാണോ അതനുസരിച്ച് നടക്കട്ടെ. അച്ഛൻ തെറ്റായിട്ട് ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അവൾ അങ്ങനൊക്കെ പറയും. അച്ഛൻ ചെയ്തതിനകത്തൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. എനിക്കതിൻ്റെയും പേര് ഒരു ഇഷ്ടക്കേടുമില്ല. പിന്നെ അവളൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി മറ്റവിടെ ട്രാൻസ്ഫർ മേടിക്കുന്നു. അതൊക്കെ അവരിഷ്ടം. അതിൽ അച്ഛൻ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അച്ഛാ, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാനാ? അവൾ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. അച്ഛൻ എഴുതി കൊടുത്ത വീട് ഞാൻ എടുത്തിട്ട് എൻ്റെ പേരിലുള്ള കടമുറി അവൾക്ക് കൊടുക്കണമെന്ന്. രണ്ടിൻ്റെയും പ്രമാണ ചെലവ് അവൾ നോക്കിക്കൊള്ളാമെന്ന്. ഇതൊന്നും അളിയെ മനവേട്ടാർജിട്ടുണ്ടാവില്ല. ഇതൊക്കെ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും. അച്ഛനെന്തിനാ സർവ്വസാന്ദ്രത്തോടെ അവളുടെ പേരിൽ വീടെടി കൊടുത്തത്?
ഞാൻ അച്ഛൻ്റെ കാലശേഷമല്ലേ എഴുതിപ്പിച്ചത്. അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ? അവളുടെ സ്വഭാവം അച്ഛൻ അറിഞ്ഞുകൂടായോ? ഞാൻ മനസ്സിലായിക്കൊള്ളാം. അച്ഛൻ ഇതൊന്നും ഓർക്കണ്ട. എങ്കിൽ ശരി അച്ഛാ, ഞാൻ വയ്ക്കട്ടെ. ഹലോ, എന്താച്ചാ വിളിച്ചത്? നീ അവളോട് പറഞ്ഞേക്ക് അവൾക്ക് എഴുതി കൊടുത്ത വീട് വടക്ക് എഴുതി വായിക്കാൻ നിയമമുണ്ടെന്ന്. അതിനായി വക്കീലിനെ വിളിച്ചു എന്ന് പറ. നീ ഇങ്ങോട്ട് വിളിച്ചതുകൊണ്ട് നീ തന്നെ അങ്ങോട്ട് പറയുന്നത് ശരി. ശരി അച്ഛാ. അപ്പൂപ്പാ, അനയ മോളെ, അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടം പോലെ ഒരു കാര്യം ചെയ്തു. എനിക്കതിൽ അഭിപ്രായമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. ആന്റി, ആ മോൾ രാധികയോ? എന്തുണ്ട് മോളെ വിശേഷം? നല്ല വിശേഷങ്ങളല്ലേ ആന്റി? ഞങ്ങൾ നാളെ പോത്തോളൂ. അപ്പം മോള് പറ, മോൾക്ക് രാത്രി എന്താ വേണ്ടത്? ആന്റിക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അതുണ്ടാക്കിയാൽ മതി. അപ്പൂപ്പാ കഴിക്കാന്നാ. അനേ മോൾക്ക് എന്താ വേണ്ടത്? ഇത് മതി. രാധികയ്ക്ക് എന്തെങ്കിലും എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു. ആന്റി കിടക്കാറായോ? ഇല്ല മോളെ. മോൾ എന്തറിഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? മോൾക്കൊന്നും അറിയില്ല. മോൾ ആദ്യം അച്ഛന് ഫോൺ ചെയ്ത ദിവസം അച്ഛൻ തീരെ ഉറങ്ങിയിട്ടില്ല. ആ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. മോൾ എന്തറിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അച്ഛൻ മോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. മോൾ എന്താ കരുതിയത്? മോടെ അച്ഛനും അമ്മയും എനിക്ക് ദൈവത്തിന് തുല്യമായിരുന്നു. മോടെ അമ്മയുടെ സ്ഥാനത്ത് സാർ എന്നെ കാണുമോ? കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം അല്ലേ താമസിച്ചത്? മോൾക്ക് എന്നെ മനസ്സിലാക്കാനായില്ലല്ലോ. ഒരു മോളും പറഞ്ഞുകൊടുത്താണ് മോൾ അച്ഛനോട് പറഞ്ഞത്.
രാജീവേ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അച്ഛൻ വലിയൊരു കാര്യമാ ചെയ്തത്. മോടെ അച്ഛൻ ചെയ്തത് സാറിന്റെ കാലശേഷം ഞാൻ ഒരു വീട്ടിലും വിലയ്ക്ക് പോരുതെന്നും ഏതോ ഒരു സ്ഥാപനത്തിന്റെ പേര് മേൽവിലാസവും തന്നിട്ട് അവിടെ പോയി താമസിക്കണമെന്നും അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ടെന്നുമാണ്. പിന്നെ അന്ന് രജിസ്റ്റർ ഓഫീസിൽ ഒന്ന് ഒപ്പിട്ടത് സാറിന്റെ മരണശേഷം സാറിന് കിട്ടുന്ന പെൻഷൻ എനിക്ക് കിട്ടണമെങ്കിൽ അതിന് രജിസ്റ്റർ ചെയ്തുകൊണ്ട് രേഖ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതിനു വേണ്ടിയാ അച്ഛൻ ഈ ഒരു ത്യാഗം ചെയ്തത്. എൻ്റെ മരണം വരെ എനിക്ക് സുഖമായി ജീവിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. ഇത്ര നല്ല കാര്യമാണ് മോളുടെ അച്ഛൻ ചെയ്തത്. ആ അച്ഛൻ്റെ മകളെ പിറന്നതാണ് മോളുടെ ഭാഗ്യം. അച്ഛനെയും എന്നെയും മോള് മോശമായിട്ടും തെറ്റായിട്ടും വിചാരിക്കുകയായിരുന്നു. ശരി മോളെ, ഞാൻ കിടക്കട്ടെ. ആന്റി ഇനി ഇവിടെ അല്ല കിടക്കേണ്ടത്. ആന്റി അച്ഛൻ്റെ മുറിയിലേക്ക് പോകും. ആന്റി വന്ന കാലം മുതൽ ആന്റി കിടക്കുന്ന മുറിയുടെ വാതിൽ ഒരിക്കലും അടച്ചിട്ടില്ല. ഇന്നു മുതൽ ആന്റി അച്ഛനോടൊപ്പമാണ് ജീവിക്കേണ്ടത്. അതൊരിക്കലും ഇല്ല മോളെ. മോളുടെ അമ്മ ശാരദ എനിക്ക് ദൈവത്തിന് തുല്യമായിരുന്നു. അച്ഛൻ ആ സ്ഥാനത്ത് ഒരിക്കലും വേറെ സ്ത്രീയെ ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ഇല്ല മോളെ, ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചോളാം. നമ്മുടെ അച്ഛൻ ഒരു സംഭവമല്ലേ? നീ മനുവേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ആ, ഞാൻ എല്ലാം പറഞ്ഞായിരുന്നു. എന്നാ ശരി. എന്നാലും അച്ഛന് ഞങ്ങളോട് ഈ കാര്യം ഒന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ എന്തൊക്കെയോ അച്ഛനോട് പറഞ്ഞു. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല അച്ഛാ. അല്ലെങ്കിലും അച്ഛൻ മോശപ്പെട്ട ഒന്നും ചെയ്യത്തില്ലെന്നറിയാം അച്ഛാ. ആദ്യം കേട്ടപ്പം വല്ലാണ്ടായിപ്പോയി. അച്ഛനോട് ദേഷ്യം തോന്നി. അച്ഛനോട് കാര്യമെങ്കിലും തിരക്കാമായിരുന്നു. അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അച്ഛനോട് വളരെ മോശമായോ ഞാൻ സംസാരിച്ച്. എന്നോട് ക്ഷമിക്കൂ അച്ഛ. എല്ലാ കാര്യങ്ങളും സുഭദ്രാന്റി ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പോഴാ സത്യാവസ്ഥ മനസ്സിലായത്. എന്നാലും എനിക്ക് അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ. എന്താ അച്ഛാ, എന്താ എവിടെ നടക്കുന്നേ? അതോ, നിന്റെ അപ്പൂപ്പൻ വലിയൊരു സംഭവമാ. എന്നുവെച്ചാ നിന്റെ അപ്പൂപ്പൻ വലിയൊരു സംഭവമാ.